കണ്ടൊരു ആന തോന്നണെങ്കിലും ഇതൊരു ക്ലോക്കാണ്. ശരിക്കും ഡ്രാഗൺസ് ഒക്കെ ഉണ്ടായിരുന്നോ? എല്ലാ ആൾക്കാരും നമ്മൾ നോക്കിയിട്ട് ഓ മോനെ നോക്ക്, ഇത് ഉള്ളിടന്നല്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നോ എങ്ങനെയാണ് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നോ ഒരു ബന്ധവുമില്ല. ഈ പരിപാടി ഇതുവരെ ചെയ്തിട്ടുമില്ല. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു വീഡിയോസ് എടുക്കണം, അതേപോലെ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിനൊന്നും മനസ്സും ധൈര്യവും ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ കിട്ടിയപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു ചായ എന്നല്ലേ. നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ചായ അടിച്ചിട്ട് നമുക്ക് തുടങ്ങാം പോരെ. ഇവിടെയും വന്നാ കടി എന്തൊക്കെയുണ്ട്? ചായ, കടി, സമോസ, പക്കോട, ബനാന ഫ്രൈ, ഉള്ളിവട. ഉള്ളിവട दो चाय दो उल्लीवड़. दो चाय, सादा चाय, फ्रेश चाय. फ्रेश डालो, मुश्किल नहीं. दो पकड़ो. അപ്പോൾ ഗൈസ് ചായ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദി കുറച്ച് അറിയുള്ളൂ, അപ്പോൾ നമുക്ക് അറിയണ ഭാഷയിൽ സംസാരിക്കാം. കുറേ നേരം കഴിഞ്ഞിട്ടാ കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ച്, പക്ഷെ പെട്ടെന്ന് തന്നെ സാധനം എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരു മുടക്ക് കുടിച്ചു നോക്കി നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അടിയൊന്ന് വെച്ച് നോക്കാം. ഇത് മതി. എങ്ങനെയുണ്ട്? ആഗ്രഹമൊക്കെ മാഞ്ഞോ ഇതിന്റെ? എന്തോ പോലെ ഉണ്ട്. രസമില്ല. രണ്ടാമത്തെ കടി അടിച്ചു നോക്കാം, അതിൽ ചിലപ്പോൾ രസം വന്നാലോ. ഇത് ഉള്ളിടന്നല്ല, പിന്നെന്താ പാകിസ്ഥാനുള്ള ഇവിടെ? ഇതുമ്മ വേറെ എന്തൊക്കെയോ ഇട്ടിക്കണോ ഗൈസ്. ഒരു കുടി ഒരു കടി. രസമില്ലെങ്കിലും രസമുള്ള പോലെ നമ്മൾ കഴിക്കണം. ഇതൊക്കെ ഇത്ര തിരക്കിലും കണ്ടാവും. ഒരാൾ മൂപ്പര് നിസ്കരിക്കണം നോക്കിയൊക്കെ. എല്ലാത്തിനും അയച്ച നമ്മുടെ ബസ് കയറി വെക്കാം. അവിടെ കാർഡ് വേണ്ട. ഇത് പഞ്ചിതല നമുക്ക് കയറാൻ. നോൾക്കാട് പഞ്ചിതല നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അയ്യോ പോയി. അപ്പോൾ ഇതാണ് ദുബായ് ആർടിഎൻ്റെ ബസ്. നിങ്ങൾക്ക് ഈ നോൾക്കാട് ഉണ്ടെങ്കിൽ ദുബായിൽ മെട്രോ ബസ് എല്ലാത്തിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ജസ്റ്റ് റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബസ് കയറി ഇനി പോയി നോക്കാം. ഇതൊക്കെ ഒന്ന് ഫുള്ള് ബ്ലോക്കാണ്. ഞായറാഴ്ച അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്. എപ്പോഴാണ് എത്തുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞായറാഴ്ച ആയിട്ട് നമ്മൾ ഇബ്നു ബത്തൂത്ത മാൾക്ക് പോവാണ്. ഒരു രസം, വെറുതെ റൂമിൽ ഇരിക്കണതിനായിട്ട് നല്ലതല്ലേ എവിടേക്കെല്ലാം പോണത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഷേഖ് സായിദ് റോഡ് കൂടെ ചീറി പാഞ്ഞും കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ നേരമായി. ഇപ്പോഴത്തായിട്ട് നമ്മൾ എത്തും. നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ തെളിയാൻ പോവാണ്. ആദ്യം മെട്രോ. കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എങ്ങനെ എത്ര നേരം ബസ്സിലിരിക്കുക? നമുക്ക് ഇപ്പം പറഞ്ഞു ടാക്സിക്ക് പോവാന്ന്. ടാക്സി തന്നെ പോയാൽ മതിയായിരുന്നു. സമയം കളഞ്ഞ് എത്ര മണിക്കൂർ? ഒരു മണിക്കൂർ വെറുതെ ഇരുന്നിട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് 1 മണിക്കൂർ ബസ്സിലിരുന്നു. റീചാർജ് ദിവസം തന്നെ പോയി. അപ്പോൾ ഇവന്റെ കാർഡുമേ റീചാർജ് ചെയ്യണി. അപ്പോൾ എനിക്ക് റീചാർജ് ചെയ്യണം. റീചാർജ് ഇവിടാണെങ്കിൽ കൊടുക്കുന്നത് തിരക്കുന്നു. ഓ ഭയങ്കര തിരക്ക് ഇപ്പൊ കുറവാ. രാവിലെ സീനായിട്ട്. ഇന്ന് പിന്നെ തിരക്ക് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര റഷാണ്. എന്തായാലും തിരക്കൊന്നാ. തിരക്ക് പറഞ്ഞ തിരക്ക്, റഷ് പറഞ്ഞ റഷ്. റീചാർജ് ചെയ്തിട്ടാ ബൈ. റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്യാന്ന് വെച്ചാല് ഇതിൽ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നോൾക്കാട് അയിമക്ക് ഇടുക, കാർഡ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, പൈസ അടിക്കുക, പരിപാടി. എന്റർ ദ പിൻ. പിന്നെ എത്ര? എടാ പിന്നെ ഓർമ്മല്ല. സ്കാൻ ചെയ്താ പോരെ?
പൈസ അല്ലേ? ഇങ്ങനെയല്ല റീചാർജ് ചെയ്യുന്ന. ഒന്നും ഇതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലല്ലോ എനിക്ക്. അല്ലടാ ഇത് സോറി ഗൈസ്. അപ്പോൾ റീചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. അപ്പോൾ ടാപ്പ് ചെയ്തു മേലെ പോയി വെക്കാം. മേലെ ഇങ്ങോട്ടല്ല പോന്നെ. ആ നമുക്ക് എക്സിമുലേറ്റർ കൂടെ പോവാം. എക്സിമുലേറ്റർ ഏനുണ്ട്? വാവ് ആയിണ്ട്. ദിസ് ഇസ് വാവ് ഗൈസ്. എന്താവോ ഭയങ്കര തിരക്കുറവ്. മേലെ പോയോക്ക ചിലപ്പോ നല്ല തിരക്കുണ്ടാവും, പറയാൻ പറ്റൂല. ഇവിടത്തെ ഓരോ കാര്യങ്ങളെ എങ്ങനെയെന്ന് പഠിച്ചോനക്കും അത്ര അറിയുള്ളൂ. അതാണ് സത്യം. ഇനിയും ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഇനിയും മെട്രോ വരണം. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? എത്ര നേരം എന്ന് പറഞ്ഞാല് അതും അല്ല ഇതെനിക്കറിയാടാ. 4 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ആൾക്കാര് നമ്മളെ നോക്കി ചിരിക്കണോട് ചിരിച്ചോട്ടെ, അല്ലാണ്ട് അവർക്ക് എന്താ പറയുക. ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടു. ഇവിടെ വന്നാല് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മെട്രോന്ന് ഗൈസ് ഉള്ളിൽ കയറാം. തിരക്ക് ഉണ്ടോ? 2 സീറ്റ് ബുക്ക് ചെയ്യടാ. സീറ്റ് കിട്ടി. ഇവിടെ സീറ്റ് ഇടുന്ന ഒരു ലോട്ടറി പോലെയാണ്. കിട്ടി പോയി. അപ്പൊ ഗൈസ് സ്ഥലത്തിണ്ട്. ഇങ്ങനല്ലേ? ഇങ്ങനെ അങ്ങോട്ട് ഗൈസ് കം ഓൺ. ഇവിടെ ഓരോരുത്തര് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ടേ നമ്മൾ ഇവരെ ഷോ ഓഫ് ഒക്കെ കണ്ട നല്ല അടിപൊളി DJ പാട്ടൊക്കെ എന്ന വിചാരം. പക്ഷെ ഇവരെ കേൾക്കണ ഏതൊക്കെ അറിയോ? യേശുദാസിന്റെയും ഇളയരാജന്റെ ഒക്കെ പാട്ടുകളാവും. അതാണ് കോമഡി. ഇളയരാജന്റെ പാട്ടിന് എന്താ പ്രശ്നം? ഭയങ്കര അടിപൊളി പാട്ട്. എനിക്ക് ഇളയരാജന്റെ പാട്ട്. എന്തിനാ കളിയാക്കുന്നത്? ഞാൻ കളിയാക്കല്ല, അവരെ ഒരു സംഭവം പറഞ്ഞാണ്. അപ്പൊ ഗൈസ് നമ്മൾ ഇബിന് ബദുദ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ കാഴ്ചയെന്നോ ഒന്നും അറിയില്ല. കാഴ്ചകൾ എന്ന് പറയാൻ മാളിൽ പോയപ്പോ ഉണ്ടാവുക കുറെ കടകളും പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ ബ്രാൻഡഡ് കടകളൊക്കെ, ബ്രാൻഡഡ് അഡിഡാസ്, അബിബാസ്, അങ്ങനത്തെ കുറെ പരിപാടി. ഗൈസ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് ഇവന് മൊത്തം തവണ ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഈടുന്ന് തന്നെ അബുദാബിക്ക് പോകാനുള്ള ബസ് കാര്യങ്ങളൊക്കെ ഈടെയാണ് വരുന്നത്. അറിയാം എനിക്ക്. വാ ഗൈസ്, ഞാൻ UAE ആദ്യമായിട്ടാണ്. ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളും ഇവിടുത്തെ ഒന്നും അറിയില്ല. ഇവിടുത്തെ നിയമങ്ങളും കൂടി അധികം അറിയില്ല. ഇവിടെ നമ്മളെ നാട്ടിലത്തെ കൂടെ ഒന്നല്ല. നമുക്ക് ഇങ്ങനെ ഓരോ ആൾക്കാരെ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ അറിയാത്ത പോലെ വീഡിയോ എടുക്കും. പക്ഷെ അവരെങ്ങാനും കേസ് കൊടുത്താ പെട്ടു ഗൈസ്. പിന്നെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് നമ്മള് മാത്രം വീഡിയോ എടുക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക, ഓൺ ചെയ്യുക. അതല്ല വിറ്റ് എല്ലാരും നിന്നെ നോക്കുന്നേണ്ട്. ഇതാരാ? പിന്നെ ഇവരൊക്കെ നോക്കട്ടെ. പിന്നെ നമ്മളെ കണ്ടാലൊരു സെലിബ്രിറ്റി ലുക്ക് ഉള്ളതുകൊണ്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് ചെയ്യാനാ ഗൈസ്. അവരൊക്കെ വിചാരം കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി വ്ളോഗറൊക്കെ ആണെന്നാണ്. പക്ഷെ ശരിക്കും അതന്നെ സത്യം. അത് വേറെ കാര്യം. അപ്പൊ ഗൈസ് നമുക്കിനി ഇവിടുത്തെ ഓരോ കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മള് മാളിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു വന്നു. ഇവിടെ എന്തൊക്കെയോ പ്രത്യേക തരത്തിലുള്ള ക്രീമൊക്കെ ഉണ്ട്. തലവേദനയ്ക്കും മറ്റും ഉപയോഗിക്കണൊക്കെ തോന്നുന്നു. മുഖത്തും തലയിലും എല്ലാം തേക്കുന്ന സാധനങ്ങള്. സ്കാൾപ്പ് അഡ്വാൻസ്ഡ്, ഇത് തലയിലേക്കാണാവും. സ്കാൾപ്പ്, റോസ്മേരി വാട്ടർ അല്ലേ, എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഇത് നിക്കുന്ന സ്ഥലം നീ നോക്കിയ ഇത് അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത്. കണ്ടോ? ഇതെങ്ങനെയാ പർച്ചേസ് ചെയ്യുന്ന? ഇത് കണ്ണാടി കുത്തി പൊട്ടിച്ചെടുക്കണം എന്നൊക്കെ തോന്നണേ. ഇത് ഫ്രെയിം ഇട്ട് വെച്ചിരിക്ക. ഇത് എങ്ങനെ എടുക്കണ്ടത്? ഇതിന്റെ കട എവിടെ ഒന്നും കാണിക്കണില്ല. കൊണ്ടു ഇത് വെറുതെ ഷോക്ക്. നല്ല വില പിടിപ്പുള്ള എന്തോ ഒരു സാധനമാണ്. അപ്പൊ ഒരു മ്യൂസിയം ടൈപ്പിൽ ഇവര് വെച്ചിരിക്കണത്. എന്താണെന്ന് അറിയുന്നവര് കമന്റ് ചെയ്യാം, അത്ര പറയുള്ളൂ. പോയി ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഒരു ട്രൈ എവർ ട്രൈ എവർ ഫെയിൽ ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ ട്രൈൽ ബെറ്റ് അങ്ങനെ എന്തോ ആണ്. അത് നോക്കി നോക്കാം.
മോനെ സീന് ഞാൻ തന്നെ എന്റെ മോനെ ഇതെങ്ങനെ നിന്നെ കൊണ്ട് സഹായിക്കുന്നതെന്ന് പറഞ്ഞ സത്യം പറയട്ടെ ഇത് എനിക്കറിയില്ല, ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഇമ്രാൻ എന്തൊക്കെ തിരയുണ്ട്, ഇവനാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ചു തുടന്ന്. പക്ഷെ അവനക്കൊരു ധാരണ അല്ല തോന്നുന്നു ഇതില്. എന്ത് ഇതെന്താ തിരയണ്? അവിടെ ഒരു സാധനം ഉണ്ട്, അത് കാണുന്നില്ല ഇപ്പൊ. എന്ത് ഒരു പറക്കുന്ന ഇവിടെ എന്തോ ഉണ്ട്, ഇന്നെ പറപ്പിക്കും പറയുന്നുണ്ട്. ഇന്നെ ദുനിയാവിൽ ആരും പറപ്പിച്ചിട്ടില്ല, അതാണ് വേറെ കാര്യം. അതല്ല ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് വന്നിട്ടുള്ളത് ഷറഫ് DJ എന്തൊരു പരിപാടിയാണ്. ഇതിനുള്ളിൽ ഫുൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെയാണ്. ബുക്ക് പഠിച്ചു നോക്കി ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ നമുക്കൊന്ന് കയറി വെക്കാം. പെർമിഷൻ ചോദിച്ചു. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കണം. പിന്നെ ഒരു ഫൈൻ അടിച്ചു തരും. പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1000 റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, നാട്ടിലുള്ള ആൾക്കാർ വിചാരിക്കും വെറുതെ 1000 റുപ്യാണ്. 1000 റുപ്യ എന്നല്ല, 1000 റംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 24,000 റുപ്യ 25,000 റുപ്യൊക്കെ ആയി. അപ്പോൾ 1000 2000 ഒക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് കൊടുക്കുക? ഗൈസ്, ഇതാണ് ഇവിടുത്തെ പ്രത്യേകതരം ഡ്രോണുകൾ. ഇതെന്താ ഡ്രോൺസ് ഗൈസ്? ഇത് VR തോന്നുന്നു. നമ്മളിങ്ങനെ കണ്ണിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ സാധനം പറക്കും തോന്നുന്നു. എന്തൊക്കെ സാധനങ്ങളുണ്ട്. പണ്ട് മറ്റേ ഓരോ ഹോളിവുഡ് പടത്തിൽ കണ്ട ഓരോ സാധനങ്ങളില്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനി വേർഷൻ പോലെ ഉണ്ട് അല്ലേ ഓരോ ഡ്രോൺസ്. ഗൈസ്, there are wide collection of ഇംഗ്ലീഷ് വേണോ? വേണ്ട, ഷൂട്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും പലക ഫോണ്. ഇത് ഭയങ്കര ചൈനയുടെ എന്താ സാധനമാണോ, ഹുവാവിന്റെ മാജോ അങ്ങനെ എന്താണ് ഇതിന്റെ പേര്. ഇത് ഒരു മടക്ക് തുറന്നു, കുഴപ്പമൊന്നുമില്ല തോന്നണു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കയ്യിൽ നിന്ന് പോയാ കയ്യിന് ഗൈസ്. ഓ മോനെ, നോക്ക്. അതായത് നമുക്ക് ഒരേ സമയം തന്നെ ഫോണായിട്ടും അതേപോലെ ടാബ്ലറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ ക്യാമറ എങ്ങനെ ഉണക്കാമല്ലോ? ആ, ക്യാമറ കുഴപ്പമില്ല. ഇടുക ഗൈസ്, ഇതാണ് ഫോണിന്റെ അവസ്ഥ. പോരാ. അപ്പോൾ ക്യാമറ പർപ്പസിലൊന്നും പറ്റൂല. അല്ലെങ്കിലും ഇങ്ങനത്തെ ടാബ് ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് ഉള്ളതാണ്. വരക്കാനും കസ്റ്റമേഴ്സിന് ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ വെക്കാം. നമ്മൾ എടുത്ത പോലെ വെച്ചിട്ടുണ്ട്. റാത്തായി. ഇതിന്റെ ക്യാമറ കുഴപ്പമില്ലല്ലേ ഗൈസ്? അപ്പോൾ ഇത് Z Flip ആട്ടോ, Z Flip. പ്രൈസ് കാണിച്ചു കൊടുത്തേ. ഉള്ളൂ പ്രൈസ് ഏകദേശം 7,500 600 ദിറംസ്. നാട്ടിലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോ എത്ര ഉണ്ടാവും? അത് കാൽക്കുലേറ്റർ അല്ലേ കുട്ടിയൊക്കെ എങ്ങനെ കൂട്ടാനാ? അവര് 7,000 into 25 ആയില്ലപ്പോ 24. ഈ ഷോപ്പ് നോക്കി നോക്ക്. ഇതൊരു ലോകാട്ടോ, ഫുള്ള് മഞ്ഞ. ഏകദേശം ഇവിടെ കസ്റ്റമേഴ്സിനെക്കാട്ടിയും കൂടുതൽ സ്റ്റാഫുകളാണ്. ഫുള്ള് മഞ്ഞ, എവിടെ നോക്കിയാലും ഒരു മഞ്ഞ ടച്ച്. ഗാഡ്ജറ്റ്സ് ഭ്രാന്തന്മാരെ ഒരു സ്വർഗം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കിട്ടാത്തില്ലേ ഇലക്ട്രോണിക് ഇല്ലാന്ന് തന്നെ എനിക്ക് പറയാം. കാരണം ഫോണ്, ലാപ്പ്, ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺ, കവർ, സ്ക്രീൻ ഗാർഡ്, എന്ത് ലൈറ്റ് പുട്ട് സാധനമാണെങ്കിലും ഇവിടെ ഉണ്ട്. പക്ഷെ നല്ല പ്രൈസും എന്താ പറഞ്ഞ അഫോർഡബിൾ പ്രൈസ് അല്ലേ? അല്ല, പൈസ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇന്ത്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ചീപ്പാണ്. നമ്മള് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് എന്റെ കണ്ണ് പോയി ഇതുമ്മക്കാണ്. നോക്കി കനോണിന്റെ ഒരു ക്യാമറ, അതായത് വ്ളോഗേഴ്സിന് വേണ്ടി കനോൺ ഇറക്കിയ പോലത്തെ സാധനം അല്ലേ? ഇത് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം. അതായത് ബാക്ക് ക്യാമറ കൊണ്ട് ഇങ്ങനെ എടുക്കാം. നമുക്ക് ഫ്രണ്ട് ക്യാമറ എടുക്കണമെങ്കിൽ ഈ മോണിറ്റർ വേണ്ട, ഇത് നമുക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നോക്കിയൊക്കെ സാധനം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉപയോഗിക്കാം. ഒരു ഗിംബലും പരിപാടി ഒന്നും വേണ്ട, ഇതിൽ തന്നെ ഒക്കെ ഉണ്ട്. സിമ്പിൾ സാധനം, ഹാൻഡിയാണ് സാധനം ഒരു ഹാൻഡി ഫീലാണ്. അത് മാത്രമല്ല ഭയങ്കര സിമ്പിളാണ്, ഒരു ടോയ് പോലെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇതിൻ്റെ റേറ്റും കുറവാണ്, ആകെ 1600 എന്തോ ഉള്ളൂ അല്ലേ? 700 കുറച്ച്. ഗൈസ്, ആകെ സീനായി. സീൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സീന്. ഇപ്പം ആ ക്യാമറ പറഞ്ഞില്ലേ, ഇപ്പം അത് പിടിച്ച് വലിച്ചേക്ക് കീന്ന് സൗണ്ട് പറഞ്ഞു, ഒടുക്കത്തെ സൗണ്ട്. എല്ലാവരും നമ്മൾ നോക്കുക, എല്ലാ ആൾക്കാരും നമ്മൾ നോക്കിയിട്ട് ഈ പണ്ടാറാണ് നിൽക്കണില്ല. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, ഇത് മേടിക്കണ പോലെ ഒരു ഗെറ്റപ്പിൽ എന്നൊക്കെ പറഞ്ഞു നിന്നു. ആരും വരുന്നില്ല, എല്ലാവരും നല്ല കള്ളന്മാർ നോക്കണ പോലെ. ഞങ്ങൾ നെയ്സിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് മെല്ലണ്ട് ഇറങ്ങി. ഈ സ്ഥലം കാണിച്ചു കൊടുത്ത് ഗൈസ്, ഏകാന്തമായ സ്ഥലം,
ഒറ്റപ്പെട്ട സ്ഥലം. ഇവിടെ ആരുമില്ല, ഒരു മനുഷ്യരുമില്ല. പിന്നെ താരാ ആരൊക്കെയോ രണ്ടാൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഗൈസ്, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് 2 പോസ്റ്റ് വെച്ചാൽ ഫുട്ബോൾ കളിക്കാം, അത്രയ്ക്കും സ്ഥലമുണ്ട്. ഫുട്ബോൾ ഇഷ്ടമാണോ? അവർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. എവിടെയൊക്കെ ഹായ് ഗൈസ്, അതിനെ പറ്റില്ല. വോളിബോൾ അത് ബാസ്കറ്റ് ബോൾ ഉണ്ട്. നമ്മൾ വാപ്പ പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പോലത്തെ ഒരു ബോള്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഷൂവും പരിപാടിയൊക്കെയാണ്. ഇവിടെ അങ്ങ് ആരുമില്ല. നല്ല കപ്പിൾസൊക്കെ പറ്റിയ ഡാൻസ് കളിക്കാൻ പറ്റിയ സ്ഥലം അല്ലേ? ആ ഡാൻസ് ഇല്ലേ, കൈ എങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാണ്, അതിന് പറ്റിയൊരു സ്ഥലം. അടിപൊളി. ഓ, ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വസന്തത്തിലേക്കാണ് ഇത് എങ്ങനെ വിവരിക്കാന്ന് പറയാനില്ല. അതായത് ഇതില്ലേ ഒരു തുർക്കിഷ് ആയിട്ടുള്ള ഒരു ക്ലോക്കാണ്. കണ്ടൊരു ആന തോന്നണമെങ്കിലും ഇതൊരു ക്ലോക്കാണ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കാന്ന് അറിയില്ല, ഇങ്ങോട്ടോ കാണിച്ചു തരാം. അതായത് ഈ ഒരു ആന ഉണ്ടോ, ഈ ആന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റോപ്പ് മൂവ് ആയിട്ട് ഈ പേന ഉണ്ടോ, ഇത് അനങ്ങും അത്രേ. അതായത് ആ മൂപ്പറയിൽ എടുക്കുന്ന പേനല്ലേ, അതിങ്ങനെ അനങ്ങും. അതിനനുസരിച്ചിട്ട് മേലെ ഡ്രാഗൺസ് ഇങ്ങനെ മൂവ് ആവും. അതിങ്ങനെ ഓരോ ടൈമിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇവർ പറയണത്. അതിൽ തന്നെ ഇവിടെ സെലിബ്രേറ്റഡ് എഞ്ചിനീയർ ജസീറ കണ്ടോ, ഇതൊരു തുർക്കിഷ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ നമ്മുടെ ഇവർ ഇൻസ്പയർ ആയിരിക്കുന്നത് ഇന്ത്യൻ മെക്കാനിക്കൽ ഘടിക ആ ഒരു സംഭവത്തിൽ വെച്ചിട്ടാണ് ഇവർ ഇൻസ്പയർ ആയിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് അറിയണ പോലെ നമ്മളിത് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്കിത് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കുക. ഇത് ഇപ്പോഴത്തെ ഒന്നല്ല കേട്ടോ, നൂറ്റാണ്ടുകൾ മുന്നുള്ള പരിപാടിയാണ്. അപ്പം തന്നെ ഇതിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഭയങ്കര അത്ഭുതം തന്നെയാണ്. എന്തൊക്കെയോ ഉണ്ട്. കാണിച്ചു കൊടുത്താ ആനാന്ന് പറയുമ്പോൾ നാട്ടിലത്തെ പൂരം ഇതൊക്കെ ഓർമ്മ വരുന്നു. ഈ ഇബ്നു ബത്തൂത്ത മാളെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര ചെറിയൊരു മാളാണ്. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറിയൊക്കെയാണെങ്കിൽ ഇതൊരു ലോകമാണ്. ഇതിങ്ങനെ നീണ്ടു കിടക്കുക. അടുത്ത നമ്മൾ പോകുന്നത് ചൈനക്കോട്ട്, ഒരു ചൈനീസ് പരിപാടിയാണ് ഇതിൻ്റെ ഉള്ളിൽ. അവരെ കൾച്ചറും പരിപാടിയൊക്കെ ചെറിയ രീതിയിൽ ഒരു മിനിമലായിട്ട് ഇവർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി വെക്കാം. ഓ, ഡ്രാഗൻസ് ഗൈസ്, നിങ്ങൾ ഗെയിം ഓഫ് ത്രോൺസിൽ മാത്രമല്ല ഡ്രാഗൻസിലാണ് കണ്ടിട്ടുള്ളൂ. ഇതാ ഡ്രാഗൻസ്, ഫുള്ള് ഡ്രാഗൻ പരിപാടിയാണ്. ഇക്കൊരു സംശയം കേട്ടോ, ഈ ഡ്രാഗൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ളതാണോ അതൊരു ഫിക്ഷനാണോ? ചൈനീസ് പുരാണങ്ങളിലും എല്ലാത്തിലും നോക്കുകയാണെങ്കിൽ അവരെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രാഗൻസ് ആണ്. എവിടെ നോക്കിയാലും ഡ്രാഗൻ, പറക്കുന്ന ഡ്രാഗൻ, വെള്ളത്തിൽ നീന്തുന്ന ഡ്രാഗൻ, തീത്തുപ്പും ഡ്രാഗൻ, ഈ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ അറിയണവരൊക്കെ കമൻ്റ് ഇടുക. കണ്ടു, ഫുൾ ഡ്രാഗൻ. ശരിക്കും ഡ്രാഗൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ വലിയൊരു കപ്പലുണ്ട്, ചൈനീസ് കപ്പൽ. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ളൊരു കപ്പലല്ല, ഇതൊരു പറക്കുന്ന ടൈപ്പ് കപ്പലാണ് തോന്നുന്നു. അതും ഈ ചൈനീസ് പരിപാടിയിൽ എന്തോ ഒരു ഇതുള്ള പോലെയാണ്. കണ്ടോ, ഡ്രാഗനും പരിപാടിയൊക്കെ ഉണ്ട്. കണ്ടോ, അതായത് ഡ്രാഗൻ്റെ ചിറക് പോലത്തെ ഒരു സംവിധാനമാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതിൻ്റെ മേലത്തെ ബ്യൂട്ടിക്കൊക്കെ എന്ത് രസമൊക്കെ. വാവ്, ഇതൊരു മാളാണോ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നോ പറയാൻ പറ്റാത്ത പോലെ ഉണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള ചെറിയൊരു വാട്ടർ, എന്താ ഇതിനറിയാ, വാട്ടർ ഫൗണ്ടേഷൻ ആണ്. ഇതൊക്കെ കട വാട്ടർ ഇങ്ങനെ ഡാൻസ് കളിക്കണ പോലെ. ഈ കപ്പലിൻ്റെ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഇത് വൺ പീസ് ആനിമി കണ്ടവർക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന്. ഇത് ബാരൽ എന്ന് പറയാം. പണ്ട് കാലത്ത് ക്രൂഡ് ഓയിൽ അല്ല, എണ്ണ, അതേപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത് ഈ വുഡനായിട്ടുള്ള ഈ ബാരലുകളാണ്. ഗൈസ്, നമ്മുടെ നാട്ടിലെ അബിബാസില്ലേ, അതിൻ്റെ കോപ്പി ഇപ്പോൾ ദുബായിൽ ഇറങ്ങിയിട്ടുണ്ട്, അഡിഡാസ്. ഇതൊക്കെ അഡിഡാസിൻ്റെ റയലിലെ ജേഴ്സിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും നമ്പറില്ല. ഇതിൻ്റെ പ്രൈസാണ് ഇതിൻ്റെ മെയിൻ. 159 ദിർഹംസ്, നാട്ടിലത്തെ ഒരു 3000 അടുത്തുണ്ടാവും അല്ലേ? 3000 അടുത്തുണ്ടാവും ജേഴ്സി ഗൈസ്. പിന്നെ ഫുൾ ടീഷർട്ട് ഉണ്ട്, വള്ളി ട്രൗസർ ഉണ്ട്. ഓഫർ എന്തൊക്കെയുണ്ട് ഇവിടെ? അഡിഡാസിൻ്റെ സാധനങ്ങളാണ്. നമുക്ക് അബിബാസാണ് വേണ്ടത്. അബിബാസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ നിന്ന് പോവാണ്. വില നമുക്കൊരു പ്രശ്നമല്ല, പക്ഷേ
അഡിഡാസ് ആയതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബായ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. വന്ന വഴി മറക്കരുത് പറഞ്ഞിട്ടേ വന്ന വഴി മറന്നു. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ മാള് ഭയങ്കര ചെറുതാറിനില്ലേ, പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ നീണ്ടു കിടക്കുക. ഞങ്ങളിങ്ങനെ കുറേ നടന്നു, ലാസ്റ്റ് പുറത്തേക്ക് ഉള്ള വഴി കാണാനല്ല. ഇപ്പൊ ഞങ്ങള് എങ്ങനെയും പുറത്തേക്ക് പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പൊ എടാ നേരത്തെ നമ്മൾ അത് കൂടെ വന്ന് പിന്നെ എന്തിനാ ഇത് കൂടെ വരുന്നേ? അപ്പൊ അങ്ങോട്ട് തോന്നണോ? അതല്ല, എന്തായാലും പോവാം, ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് പിരിയാം. നമ്മളൊരു ചായയിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ നമ്മളിന്നൊരു ഐസ്ക്രീം ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. ഈ വ്ളോഗിൽ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്, അതുകൊണ്ട് അതുണ്ടാവും സ്വാഭാവികം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇത് ലൈക്ക് അടിക്കുക. പിന്നെ അതിൻ്റെ അപ്പുറം ഒരു ചുവന്ന ബട്ടല്ലേ, അത് അമർത്താണെങ്കിൽ അമർത്തിക്കോളി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും, അപ്പോൾ നിങ്ങളും വരണം. ഓക്കെ, ബൈ.